അടുത്തിടെയായിരുന്നു യൂട്യൂബിലൂടെ ശ്രദ്ധേയയായ ശ്രീലക്ഷ്മിയുടെ വിവാഹം. ഇച്ചാപ്പി എന്ന് പറഞ്ഞാലാകും സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവുക. തൃശൂർ സ്വദേശിയും ഏറെക്കാലമായി സുഹൃത്തുമായിരുന്ന ഗൗരവാണ് ശ്രീലക്ഷ്മിയെ വിവാഹം ചെയ്തത്. ഗുരുവായൂരിൽ വെച്ച് നടന്ന വിവാഹത്തിൻ്റെ ഫോട്ടോകളും വീഡിയോയും വൈറലായി. മാവേലിക്കരയാണ് ശ്രീലക്ഷ്മിയുടെ സ്വദേശം. ഏക മകളാണ് താരം. വിവാഹശേഷം കഴിഞ്ഞ ദിവസം വരെ തൃശൂരിൽ ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നു ശ്രീലക്ഷ്മി. ഇപ്പോൾ കുറച്ച് ദിവസം താമസിക്കാനായി ഭർത്താവുമായി സ്വന്തം വീട്ടിലെത്തിയതിൻ്റെ വീഡിയോ ശ്രീലക്ഷ്മി പങ്കിട്ടിട്ടുണ്ട്. വിവാഹശേഷം ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് ചെയ്ത വ്ലോഗിൻ്റെയും അതിനിടയിൽ പറഞ്ഞ ചില വാക്കുകളുടെയും പേരിൽ ശ്രീലക്ഷ്മിക്ക് വിമർശനം ലഭിച്ചിരുന്നു. ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന ശേഷം താൻ കൂടുതൽ സന്തോഷവതിയാണെന്നാണ് ശ്രീലക്ഷ്മി പറഞ്ഞത്. മാതാപിതാക്കളെ ശ്രീലക്ഷ്മി ഉപേക്ഷിച്ചോ എന്നുള്ള തരത്തിലും ചോദ്യം ഉയർന്നിരുന്നു. പുതിയ വ്ലോഗിൽ എല്ലാത്തിനും ശ്രീലക്ഷ്മി മറുപടി നൽകി. ഞാൻ പോയ ശേഷം അച്ഛന് എപ്പോഴും വിഷമമാണ്. പെട്ടെന്ന് കരയും. അമ്മ സ്ട്രോങ് ആണ്. എന്നെ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് അച്ഛനാണ്. അച്ഛൻ ഡയൽ ചെയ്ത് വിളിക്കും. എന്നിട്ട് അമ്മയെക്കൊണ്ട് ഞാനുമായി സംസാരിപ്പിക്കും. അതാണ് അച്ഛൻ്റെ രീതി. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ വീട്ടിലെത്തി. എല്ലാവരും ഒരുപാട് ഹാപ്പിയായി. ഇനി കുറച്ചുനാൾ ഞാൻ ഇവിടെയുണ്ടാകും. അച്ഛനെയും അമ്മയെയും വിട്ട് ഞാൻ പോവുകയാണോ എന്ന് കുറേ പേർ ചോദിച്ചിരുന്നു. ഞാനും അപ്പുവും ഇവിടെയും അവിടെയും മാറി മാറിയാകും നിൽക്കാൻ പോകുന്നത്. അച്ഛനും അമ്മയ്ക്കും ഒരു മോനെ കൂടി കിട്ടിയിരിക്കുന്നു. വീട്ടിലൊരു അംഗം കൂടി ലക്ഷ്മി എന്നാണ് ശ്രീലക്ഷ്മി പറഞ്ഞത്. മോളെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ. അച്ഛൻ മോള് പോയതോടെ കരച്ചിലാണ് എന്നാണ് ശ്രീലക്ഷ്മിയുടെ അമ്മ പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ മാതാപിതാക്കളെ ഉപേക്ഷിച്ചെന്നും എനിക്കവരെ വേണ്ടെന്നുമൊക്കെ പറഞ്ഞ് കുറച്ചുപേർ വീഡിയോയും ചിലർ കമൻസ് ഇടുന്നതുമൊക്കെ ഞാൻ കണ്ടിരുന്നു. അവരോടൊക്കെ പറയാൻ എനിക്കൊരു കാര്യമേ ഉള്ളൂ. എൻ്റെ അച്ഛനെയും അമ്മയെയും അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ നിന്നും ഉറപ്പുള്ള ഒരു വീട്ടിലേക്ക് മാറ്റാനും അച്ഛനെയും അമ്മയെയും ബുദ്ധിമുട്ടിക്കാതെ എൻ്റെ വിവാഹം സ്വന്തം ചെലവിൽ തന്നെ ഒരു കടവും വരുത്തി വെക്കാതെ നടത്തുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഹൃദയരോഗിയായ അമ്മയെയും പ്രായമായി വരുന്ന അച്ഛനെയും പൊന്നുപോലെ ഇനി അങ്ങോട്ട് നോക്കാൻ എനിക്കറിയാം. ഈ ചെറിയ പ്രായത്തിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ തന്നെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തു പോന്നത്. അതുകൊണ്ട് അനാവശ്യമായി ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടാതെ സ്വന്തം വീട്ടിലെ കാര്യം നോക്കിയാൽ പോരെ നിങ്ങൾക്ക്. പിന്നെ ഞാൻ വിവാഹം ചെയ്തു പോയ വീട് എനിക്ക് ഇന്നോ ഇന്നലെയോ പരിചയമുള്ളതല്ല. ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. എൻ്റെ ഭർത്താവിൻ്റെ അമ്മയെപ്പറ്റിയും നിങ്ങൾ ചില കാര്യങ്ങൾ പറയുന്നത് ഞാൻ കണ്ടു. ഓവറാണ് ഇതൊക്കെ. എത്ര നാൾ കാണാമെന്നൊക്കെ. മറ്റുള്ളവരുടെ ജീവിതവും മറ്റും കണ്ടിട്ട് ദയവ് ചെയ്ത് ഞങ്ങളെ വിലയിരുത്താതിരിക്കുക. പുറമേ നോക്കി മറ്റുള്ളവരുടെ കുടുംബജീവിതത്തിൽ എത്തി നോക്കി പരദൂഷണം പറയുന്ന നിങ്ങളോടൊക്കെ എന്തു പറയാനാണ്. സന്തോഷിച്ചാൽ കുറ്റം, സന്തോഷിച്ചില്ലെങ്കിൽ കുറ്റം. എന്തായാലും എനിക്കിപ്പോൾ ഒരു കുടുംബം കൂടിയുണ്ട്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ചില മനുഷ്യരുടെ ഒരു കുഞ്ഞു ലോകം. അതാണ് എൻ്റെ ലോകം.